ലൈവിൽ ഇപ്പം നടക്കുന്നത് നമ്മുടെ ആദിലയും നൂറയും അനുമോളും തമ്മിലുള്ള സംസാരമാണ്. അവർ തമ്മിലുള്ള വഴക്കുകൾ അവർ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവിനും അതേപോലെ ആര്യനും അക്ബറും ഒക്കെ ഇൻ്റർഫെയർ ചെയ്തിങ്ങനെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരത് പല സ്ഥലങ്ങളിലായിട്ട് മാറി അവരുടെ അടുത്തുനിന്ന് മാറി ഒഴിഞ്ഞു മാറിയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം ആദിലയ്ക്കും നൂറയുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് പിണങ്ങിയതിന് ശേഷം കുറച്ച് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചു. ഓൾറെഡി ആദിലയും നൂറയും ഷാനവാസിൻ്റെ കുറ്റം പറഞ്ഞും ഷാനവാസിനെ ഒരുമാതിരി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്ത് അനുമോള് ആദിലയുടെയും നൂറയുടെ അടുത്തും പിണങ്ങിയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് കൂടുതൽ അടുത്തു. ഈ ഷാനവാസും അനുവും തമ്മിൽ ആദിലയുടെയും നൂറയുടെയും എന്തെങ്കിലും കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ട്. അത് അവർ പലപ്പോഴായി പല രീതിയിൽ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുമ്പോഴെല്ലാം അനു പറയുന്നുണ്ട്, ഷാനവാസ് നിങ്ങളുടെ ഒരു കുറ്റം പോലും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു കുറ്റവും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒരു രീതിയിലുള്ള നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടില്ല. ആദിലെ നൂറ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഷാനവാസിനെ നിനക്കും പണ്ട് ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പം നിനക്ക് ഇഷ്ടമല്ലാത്ത ഷാനവാസ്, ലക്ഷ്മി അതേപോലുള്ള ആൾക്കാർ അനീഷിനോടൊക്കെ നിനക്കിപ്പോൾ എങ്ങനെ ഇഷ്ടം തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നീ അവരുടെ അടുത്ത് മാത്രം ഞങ്ങളെ ഒഴിവാക്കിയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് മിണ്ടായിരുന്ന സമയത്ത് അവരെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതാണ്, അതൊന്നും നിങ്ങളെക്കുറിച്ചല്ല. ഇപ്പോൾ ആദിലയുടെയും നൂറയുടെ പ്രധാന സംശയം അനുമോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഷാനവാസിൻ്റെ അടുത്തോ ലക്ഷ്മിയുടെ അടുത്തോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ് ഇവർ അനുമോളോട് തെറ്റി അനുമോളുടെ കുറ്റം എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നതും ഇവർ തമ്മിൽ പരസ്പരം പറഞ്ഞതും. പക്ഷേ ശരി എന്തെന്ന് വെച്ചാൽ അനുമോൾ ഇവരുടെ കുറ്റം ആരുടെ പറഞ്ഞിട്ടില്ല. അതേപോലെ കുഞ്ഞു കുഞ്ഞു നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അനുമോളെ ജയിലിലേക്ക് ആദിലയും നൂറയും അയച്ചതും അനുമോൾക്ക് ഹേർട്ടായിട്ടുണ്ട്. അനുമോൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ, എന്തോരം വലിയ സംഭവങ്ങൾ നടന്നിട്ട് ഇത്ര ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ജയിലിലേക്ക് അയച്ചത്? അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളോട് പിണങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ ചായ ചോദിച്ചപ്പം തരാതെ ഷാനവാസിന് കൊടുക്കുന്നു, അനീഷിന് കൊടുക്കുന്നു, അതേപോലെ ഫുഡ് അക്ബറിനും ആര്യനും കൊടുക്കുന്നു എന്നൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിനക്കതൊക്കെ ആവാമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ നിനക്ക് പോയി മിണ്ടാം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയാണ്, എൻ്റെ അടുത്ത് അവർ ഇങ്ങോട്ട് കെഞ്ചി ചോദിച്ചിട്ടാണ് ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. ഇതിനകത്തൊന്നും ഞാൻ ഇടപെട്ടതല്ല. ആ പ്രശ്നങ്ങളൊക്കെ എൻ്റെ തലയിലേക്ക് വന്നതാണ്. അവരെന്നോട് വന്ന് ഫുഡിന് വിശക്കുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാണ്. ആ സമയത്ത് നിങ്ങളാണ് മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ ഇട്ട് കൊടുത്തത്. അതായത് അവർ ക്യാപ്റ്റൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അനു ചെയ്തത് മോശമായി പറഞ്ഞെന്നൊക്കെ നിങ്ങളാണ് എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഇട്ട് കൊടുത്തതെന്ന് അനു വ്യക്തമായി പറയുന്നുണ്ട്. അതേപോലെ നെവിനുമായിട്ടുള്ള പ്രശ്നം രാത്രി നടന്നതിനെക്കുറിച്ച് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, കടലമാവ് എന്നൊരു സാധനം നോർമൽ എല്ലാവർക്കും യൂസ് ചെയ്യും, എല്ലാവരും ഫേസിലിടാനാണ് യൂസ് ചെയ്യുന്നത്, അതാരും അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ നെവിൻ ചോദിച്ചത് സവോളയാണ്, അതങ്ങനെ ചുമ്മാ ആർക്കും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നെവിന് കൊടുക്കാതിരുന്നത്. പിന്നെ ആ നെവിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങൾ ഒക്കെ അനുമോൾ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ കുഞ്ഞു പ്രശ്നങ്ങളാണ്. അനു പിണങ്ങിയപ്പം ഇവർ വിചാരിച്ചു അനു ഇവരുടെ കുറ്റങ്ങൾ ചെന്ന് മറ്റുള്ളവരോട് പറയുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരും അനുവിൻ്റെ കുറ്റങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നത്.